നിങ്ങൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള നടന്മാരാരൊക്കെയാ? നടന്മാരും നടിമാരും ഒക്കെ ഒരറ്റത്തുനിന്ന് തുടങ്ങിക്കോ. സംസാരിക്കാത്ത മമ്മൂക്ക. നമുക്കിടെ ഇഷ്ടമുള്ള സിനിമ കൂടി പറയോ? ഇഷ്ടമുള്ള സിനിമ കൂടി. ലിയോ. ഇഷ്ടപ്പെട്ട സിനിമ മമ്മൂക്കയുടെ എല്ലാ പടവും ഇഷ്ടമാണ്. എന്നാലും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് ഷൈലോക്ക്. ഇപ്പൊ ആദ്യം വന്ന പേരാണല്ലേ തോന്നിയത്. മോഹൻലാല് ഇഷ്ടപ്പെട്ട ഇവിടെ രാവണപ്രഭു ഇഷ്ടം. കൊറേ എണ്ണം യൂട്യൂബിൽ ഇങ്ങനെ ഇരുന്ന് റിപ്പീറ്റ് അടിച്ച് കാണും. എല്ലാം മോഹൻലാൽ തന്നെ. എല്ലാ മിക്ക നടന്മാരെ കുറെ പേരുണ്ട്. പിന്നെ സിനിമ കമലതളം മോഹൻലാലിന്റെ. എനിക്കും എല്ലാ നടന്മാരും ഇഷ്ടം. മമ്മൂക്കയാണ്. പിന്നെ സിനിമ അങ്ങനെ മിക്ക സിനിമകളും ഇഷ്ടമാണ്. ഇപ്പം മമ്മൂക്ക എല്ലാ മിക്ക സിനിമകളും ഇഷ്ടം. അങ്ങനെ പ്രത്യേകിച്ച് സിനിമയൊന്നുമില്ല. എനിക്ക് എല്ലാരും ഇഷ്ടമാണ്. മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപിന് ഭയങ്കര ഇഷ്ടമാണ്. മമ്മൂട്ടിയാണ് കുറച്ച് ഒരു ഇതിൽ നിൽക്കുന്നത്. മൂവി എനിക്ക് മമ്മൂട്ടിയുടെ പഴയ സിനിമകളൊക്കെ ഭയങ്കര ഇഷ്ടം. ഇപ്പോഴത്തെ അതല്ല നടിമാരെ കൂടെ പറഞ്ഞു. അവിടെ പറഞ്ഞു നടിമാര് നടിമാര് എനിക്ക് ഹിന്ദിയിലത്തെ ദീപിക പടുക്കോൺ, അനുഷ്ക ശർമ്മ അതൊക്കെ. എല്ലാരോടും ക്രഷ്. ഇപ്പോഴത്തെ അങ്ങനൊന്നുമില്ല. എന്നാലും കിയാർ അദ്വാനി ഉള്ള നല്ല രസമുണ്ട്. മറ്റേ സിദ്ധാർത്ഥ് മൽഹോത്രയുടെ കൊള്ളാം, രസമുണ്ട്. എനിക്ക് പഴയ നടിമാരെയൊക്കെ ഇഷ്ടം. ഉർവശി, കൽപ്പന, അവരെയൊക്കെ. ശോഭന, തമന്ന. തമന്നയുടെ തുള്ളി 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 മഴയെ വന്നാലേ. തമന്നയുടെ പറയുമ്പോ ഇത്ര ചിരിയല്ല. ചിരിച്ച പുള്ളിയെ ഞങ്ങൾ ഇടയ്ക്ക് തമന്നാന്ന് വിളിക്കാറുണ്ട്. ആ ഇടയ്ക്ക് അന്ന് സ്വിമ്മിംഗ് പൂളിൽ അപ്പൊ ഇനി നിങ്ങളുടെ ഫാമിലി ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാമോ? ഫാമിലി ആരൊക്കെ ഉണ്ടെന്നല്ലേ? അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേട്ടനുണ്ട്. ചേട്ടനാണെങ്കിൽ ഇവിടെ എറണാകുളത്ത് ലീഗൽ അഡ്വൈസർ ആയിട്ട് ഫെഡറൽ ബാങ്കിൽ. പാപ്പി, ഉമ്മി, രണ്ടനിയന്മാര്, പിന്നെ വീട്ടില് ഉമ്മച്ചാമ്മ ഉണ്ട്. ഇത്രേ ഉള്ളൂ. വീട്ടിൽ വാപ്പ, ഉമ്മ, ഒരിക്ക, ഒരനിയൻ. വീട്ടില് വാപ്പ, ഉമ്മ, അനിയത്തി, പിന്നെ ഞാൻ. വാപ്പ, ഉമ്മ, അനിയൻ. വാപ്പ ദുബൈയിലാണ് ബിസിനസ്. കൂട്ടത്തില് ഈ പ്രൊഡക്ഷന്റെ കോസ്റ്റ് ഒക്കെ ആദ്യം നോക്കിക്കൊണ്ടിരുന്നാരാ? ഇപ്പോഴൊക്കെയാണ് ഞങ്ങള് ഫണ്ട് വരുന്നുണ്ട്, ഫുഡ് നമ്മള് ഷെയർ ഇട്ട് പോയി കഴിയും. അന്ന് ഇതൊന്നുമില്ല. പിന്നെ ഇപ്പം എന്തായാലും ഇപ്പൊ ചെറിയ ഇപ്പൊ വീഡിയോയ്ക്ക് വേണ്ട സാധനം, ഒരു ഫോട്ടോ ഫ്രെയിം, വണ്ടി സ്ഥലം, അങ്ങനത്തെ റെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങള് തുടങ്ങിയ സമയത്ത് ഫുള്ള് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരുന്നു. ആരുടെ വീട്ടിൽ നിന്ന് ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്ന കൂടുതലും? മിക്കതും എന്റെ വീട്ടില്. അവിടെ പിന്നെ സൗകര്യം അവർക്ക് എനിക്ക് എന്റെ വീട്ടിൽ ഇരുന്ന് എനിക്ക് വീട്ടിൽ ഇരിക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ പിന്നെ പണ്ട് തൊട്ട് ഇവന്റെ വീട് അങ്ങനെ ഞാൻ എന്റെ വീട്ടിൽ കയറുന്ന രാത്രിയായിരിക്കും. നിഹാലിന്റെ വീട്ടിലാണ് കൂടുതൽ. അപ്പൊ ഇനി ഓരോരുത്തരുടെയും ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവ് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു പോവുക. ഷഹബാസ് അമീന്റെ പറയണം, അമീൻ നിഹാലിന്റെ പറയണം. അങ്ങനെ അമീന്റെ ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ്. അമീനെ പറ്റി പോസിറ്റീവായിട്ട് പറയാനാണെങ്കിൽ ഭയങ്കര ഡെഡിക്കേഷൻ ആണ്. ഡെഡിക്കേഷൻ. നെഗറ്റീവ് എനിക്ക് അവനെ അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. അവനില് നെഗറ്റീവ് ഒന്നും തോന്നിയിട്ടില്ല. അല്ല, ഒരാളെ പറഞ്ഞ എല്ലാരും പറയണോടാ.
അല്ല അമീൻ നിഹാലിന്റെ പറഞ്ഞത്. പോസിറ്റീവ് എന്ന് എന്റെ പറഞ്ഞാൽ ജിതിനാണോ പറയുന്നത്? നമ്മള് ഞാൻ പറയുന്ന കാര്യത്തിൽ അവൻ നോ പറയാറില്ല. ഞാൻ എന്ത് തീരുമാനിക്കുന്നു അത് അവിടെ ഓക്കെ ആണ്. പിന്നെ ഞാൻ എന്ത് ചിന്തിക്കാൻ പോകുന്നത് പുള്ളിക്ക് അറിയാം. അതുകൊണ്ട് പിന്നെ നോ അങ്ങനെ പറയുന്നില്ല. ഇഷ്ടമല്ലാത്തത് ഭയങ്കര എളിമയാണ്. എനിക്കത് ഇഷ്ടമല്ല. എളിമയാണ്. ഞാനാണെങ്കിൽ ഭയങ്കര ഓപ്പൺ ആയിട്ട് പരിപാടിയാണ്. ഈ എളിമയിടുന്ന അപ്പൊ എവിടെ ഇവനെ പറ്റിയാണോ നെഗറ്റീവ് എന്ന് തുടങ്ങും? ചുമ്മാ പോസിറ്റീവ് എന്ന് പറഞ്ഞ ആള് പോസിറ്റീവ് എങ്ങനെ ആലോചിക്കുക? എല്ലാം പോസിറ്റീവ് ഇല്ല, ആള് പോസിറ്റീവ് അല്ല, കാണിക്കുന്ന നെഗറ്റീവ് ആണെങ്കിലും മൊത്തം പോസിറ്റീവ് ആയിട്ടാണ് നിക്കുന്നത്. പിന്നെ അല്ല, പിന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിലും നിക്കും, നമ്മളോടെ നിക്കും എല്ലാ കാര്യത്തിനും. അതൊരു ചേർത്ത് പിടിച്ച് ഇങ്ങനെ നിന്നിട്ടുണ്ട്. പിന്നെ നെഗറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ പറയാനോ താല്പര്യമില്ല. കഴിഞ്ഞ ഇന്റർവ്യൂവിൽ എല്ലാവർക്കും ഒക്കെ വേറെ ഇഷ്ടമായിരുന്നു. നെഗറ്റീവ് ഒന്നുമില്ല. നെഗറ്റീവ് ഇല്ലെങ്കിൽ നെഗറ്റീവ് ഇല്ല, നെഗറ്റീവ് അവനെപ്പറ്റി പോസിറ്റീവ് പുള്ളിയും പറഞ്ഞ പോലെ ഫുള്ള് പോസിറ്റീവ്. അല്ല നെഗറ്റീവ് ആണ് അവൻ. അവൻ എന്ത് പറഞ്ഞാലും നമ്മളിപ്പം അതുണ്ട്. നമ്മളിപ്പം ഒരു കാര്യം പറയുമ്പോ എടാ അങ്ങനെ സംഭവിക്കാമല്ലോ, അപ്പം എടാ എന്നാലും അങ്ങനെ സംഭവിച്ചില്ലെങ്കിലോ നേരെ ഓപ്പോസിറ്റ് ആണ് ഞാൻ പറയത്തുള്ളൂ, നെഗറ്റീവ് പറയത്തുള്ളൂ. എന്നിട്ടേ പിന്നെ പോസിറ്റീവിനെ പറ്റി ചിന്തിക്കുക. പിന്നെ പറയും നമ്മൾ എന്താ ഇതിനെ പറ്റി സംസാരിക്കുന്നത്, എന്തിനാ കുഴഞ്ഞാല് കുത്തി നിക്കൂടാന്നൊക്കെ പറഞ്ഞു ഇങ്ങനെയൊക്കെ പറയുന്നത് ആണ് ഓപ്പൺ അല്ല. പോസിറ്റീവ് ഓപ്പൺ, നെഗറ്റീവ് ഓപ്പൺ തന്നെ ആണ്. പറയും. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു കാര്യം പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ്. അതേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. പോസിറ്റീവ് ഞാൻ പറയാം. എത്ര ഊക്കിയാലും പ്രതികരിക്കത്തില്ല, അതുപോലെ അങ്ങ് നിൽക്കും, ഒന്നും പറയത്തില്ല. നെഗറ്റീവ് അങ്ങനെ നമ്മള് ഊക്കുന്നവനെ കൊണ്ട് കത്തുന്നില്ല. അല്ലല്ല റോഡിന്റെ സൈഡിൽ പാർക്ക് ചെയ്ത് വെച്ചു. അപ്പൊ ഞങ്ങള് വേറെ ഒരു വണ്ടിക്കകത്ത് കയറിയിട്ട് തിരിച്ച് ആ വണ്ടി എടുക്കാനായിട്ട് സ്പോട്ടിലെത്തി. ഞാനൊക്കെ ഇങ്ങനെ ചെന്നൈ പോയപ്പോ ഞാൻ കണ്ടു, നമ്മൾ റോട്ടിൽ വണ്ടി പാർക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ പോലീസുകാർ വന്ന് ടൈ ചെയ്ത് എടുത്തോണ്ട് മറ്റേ ലോറി കെട്ടിക്കൊണ്ടുപോകും ഉടനെ. എന്നിട്ട് കാര്യമായി ചെന്നൈ കൊണ്ട് വണ്ടി വെക്കാനത്. പക്ഷെ പുള്ളി സീരിയസ് ആയിട്ടാ പറഞ്ഞത്. തമാശക്ക് പറഞ്ഞ നമ്മള് അവൻ സീരിയസ് ആയിട്ട് പറയും. ഇപ്പൊ അന്നേരം എന്താ റോഡ് മൊത്തം ബ്ലോക്കായി വണ്ടി പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ പറഞ്ഞ മറ്റേ ബാഹുബലിയില് മറ്റേ പൽവൽദേവന്റെ വണ്ടിയിൽ അരിഞ്ഞരിഞ്ഞു പോകുന്നത്. അവൻ പറഞ്ഞ അത് വണ്ടിട്ടിട്ട് ഇങ്ങനെ ഇട്ട് ഈ ബ്ലോക്ക് ആക്കുന്നവരൊക്കെ ഇങ്ങനെ തട്ടി പോണെന്ന് പറഞ്ഞു. ഉടനെ എല്ലാരും സൈലന്റ്. ഉടനെ ഒരാള് പക്ഷെ അത് ഇവിടെ ഒട്ടിക്കാൻ പറ്റത്തില്ല. ഒരാളടുത്ത് പറയാനോ പറഞ്ഞു. തമാശ സീരിയസ് ആയിട്ട് എടുക്കും. സീരിയസ് ആയിട്ട് പറയുന്ന പുള്ളി എന്തോ എടുക്കുന്നതെന്ന് പുള്ളിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ അപ്പൊ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കോമഡി പീസ് ആയിട്ട് മാറുന്നത് കോമഡി പീസ്. കാരണം പുള്ളി ഉണ്ടെങ്കിൽ ആത്മാർത്ഥത പുള്ളി. ഇപ്പൊ 10:30 വരാൻ പറഞ്ഞാൽ 10:20 ആകുമ്പോ വരും. ഞാൻ ഇപ്പൊ കുളിച്ചു പോലും കാണത്തില്ല, എന്നിട്ട് എന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും. അവന്റെ ആ നോട്ടത്തെ അമ്മ പോയി കുളിക്കാൻ തോന്നുന്നു. അപ്പൊ മൊത്തത്തില് കൂട്ടത്തില് ലേറ്റ് ആയിട്ട് വരുന്നവരാ ഇപ്പൊ എല്ലാരും നിങ്ങൾ ഒരു ദിവസം ഏകദേശം എത്ര സമയം എടുക്കും ഒരു റീല് ഷൂട്ട് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത്? ഡെയിലി റൊട്ടീൻ എങ്ങനെയാ വരുന്നത്? അതായത് ഇപ്പം ഞങ്ങളിപ്പം മെയിനായിട്ട് വീഡിയോ ഇടുന്ന ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച. അപ്പൊ ഒരു വ്യാഴാഴ്ച ആകുമ്പോഴത്തേക്ക് സ്ക്രിപ്റ്റ് ഇരുന്ന് ഞാനും ഇവനും കൂടെ സെറ്റ് ചെയ്തിട്ട് വെള്ളിയാഴ്ച ഷൂട്ടിങ്, പിന്നെ അന്ന് തന്നെ പറ്റുമെങ്കിൽ ഡബ് ചെയ്ത് തീർക്കും. പിന്നെ BGM ശനിയാഴ്ച രാവിലേക്കുള്ളിൽ ഇട്ടിട്ട് കയറ്റിയ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരു ദിവസം മാക്സിമം. സിനിമകളുടെ അങ്ങനെ വന്നിട്ടില്ല. സ്ക്രിപ്റ്റിനായിട്ട് ആളുകൾ വിളിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഈ സ്ക്രിപ്റ്റിന് എഴുതാനായിട്ട് ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. കാരണം ഇപ്പൊ ഞങ്ങൾ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അഭിനയിക്കാനുള്ള ഇതുകൊണ്ട് ഒരു പ്ലോട്ട് സെറ്റ് ചെയ്യുക, എടുക്കുക, ആ പരിപാടി അല്ല. സ്ക്രിപ്റ്റിനായിട്ട് ഇരുന്ന് കുത്തിയിരുന്ന് എഴുതുക, ആ പരിപാടി ഇല്ല. സ്ക്രിപ്റ്റിനായിട്ട് ആൾക്കാരെ വിളിക്കുന്നവരടുത്ത് പറയുന്നുണ്ട് നമുക്ക് സ്ക്രിപ്റ്റിന് താല്പര്യമില്ല. പിന്നെ കൊച്ചു സിനിമകളിലൊക്കെ വരുന്നുണ്ട്, അവരുമായിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട്. നല്ലത് നോക്കി. നിങ്ങൾക്ക് ഇങ്ങനെ ചെറുപ്പത്തിലെ ആക്ടിങ്ങിനോട് ഇഷ്ടം തോന്നി, അങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രത്യേക താല്പര്യം തോന്നി ഏതെങ്കിലും മൊമെന്റ് ഓർമ്മയുണ്ടാവും? സ്കൂള് അതായത് മറ്റേ എന്റെ വീട്ടിൽ നിന്ന് എല്ലാ ദിവസവും ഞായറാഴ്ച സിനിമയ്ക്ക് കൊണ്ടുപോയായിരുന്നു. വാപ്പ എല്ലാ ഞായറാഴ്ചയും പോയി സിനിമ കാണും. അങ്ങനെ എല്ലാ ഞായറാഴ്ച ഇങ്ങനെ സിനിമയ്ക്ക് ഞാൻ ഞായറാഴ്ച പോയി സിനിമയ്ക്ക് പോകും. ഇവന്റെ അടുത്ത് തിങ്കളാഴ്ച വന്ന് കഥ പറയും. പിന്നെ ഞാൻ ഇവനും കൂടെ 6ാം ക്ലാസ്സിൽ മറ്റേ പരിപാടി ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് കുറച്ച് പരിപാടി കിട്ടുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ സ്ക്രിപ്റ്റ് കണക്ക് നാടകം കണക്ക് സെറ്റ് ചെയ്തിട്ട് ഫ്രീ പീരീഡ് അത് പ്ലേ ചെയ്ത് കാണിക്കും. അപ്പൊ അവര് കൈയടിക്കും. കൊള്ളാം പരിപാടി.
പണ്ട് എന്റെ നടൻ ഇതാ, ബാക്കിയുള്ളവരോ? ഞാൻ പ്രിയദർശി ഇത് മോഹൻലാൽ അങ്ങനെ അങ്ങനെ കൊണ്ടുകിടന്ന്. നിങ്ങൾ നിന്റെ ഞാൻ പണ്ട് ഈ ടിക്ടോക്ക് ഉള്ള സമയത്തൊട്ടെ പുള്ളിയായിട്ടില്ല അതായിരുന്നു. മറ്റേ നമ്മുടെ ഡബ് സ്മാഷ് ആ സംഭവമായിരുന്നു. അത് ഇവനുണ്ടായിരുന്നു ഡബ് സ്മാഷ്. ഞാനൊക്കെ ചെയ്യുമായിരുന്നു ഡബ് സ്മാഷ് ചെയ്ത്. അങ്ങനെ ആക്ടിങ്ങിനോട് അപ്പോഴേ ഇഷ്ടമുണ്ട്. അപ്പൊ എങ്ങനെയൊക്കെയായിരുന്നു കമന്റ് ഒക്കെ എങ്ങനെയായിരുന്നു വരുന്നത്? അതിനകത്ത് ഏതോ 1-2 വീഡിയോ 30K 20K ആയിട്ടുണ്ട്. അല്ലാതെ വീട്ടുകാരി ഒതുങ്ങി പോകും. നാട്ടുകാർ ഹെഡ് ക്യാമ്പയിൻ. പക്ഷേ വീട്ടിലെല്ലാരും ഭയങ്കര സപ്പോർട്ടായിരുന്നു ആ സമയം ചെയ്യുന്നോട്ടെ. 5 ലൈക്കൊക്കെ ഉണ്ട്. അതാണ് ഭയങ്കര സപ്പോർട്ടാ ആക്ടിങ്ങിനോട്. അപ്പഴേ വാപ്പ പറഞ്ഞു മോനെ നീയാണ് നമ്മുടെ നടൻ. വീട്ടിൽ കുറെ അവാർഡുകളൊക്കെ ഉണ്ട്. അല്ല ആക്ടിങ്. ആക്ടിങ്ങിനോട് പിന്നെ പുള്ളി സ്പോർട്സും കാര്യങ്ങളൊക്കെ ഉള്ള ഓടും നല്ല ഓട്ടോ. ഇപ്പോഴും ഓടും. ഇപ്പൊ നിർത്തിയിട്ടില്ല. ഓടിക്കൊണ്ടിരിക്കുക. ഇത് പറ, ഇതാ കേക്കണ്ട. ആക്ടിങ്ങിലോട്ട് അല്ല എക്സ്പീരിയൻസ് പറഞ്ഞാൽ നമ്മളോടുള്ള ഒരു ഇതില്ല. ആക്ടിങ് നീ അടുത്ത ഷഹബാസിനെ അറിയണം. വന്നിടത്തോട്ട് നമ്മുടെ ഇവിടെ വരാനുള്ളത്. അതല്ല, അത് മറ്റേ ഉത്സവത്തിന്റെ ഇത് പറഞ്ഞല്ലോ അമീൻ പറഞ്ഞ. ഇവന്റെ കൂടെ Full connection. ഇവനാണ് നമുക്ക് ഇവരെ പരിചയപ്പെടുത്തിയത്. ഞാൻ പരിചയപ്പെട്ടത് അമീന്റെ വഴിയാണ്. അവനേതോ അവൻ കറങ്ങി തിരിഞ്ഞ് വന്ന് അത് വഴിയിൽ നിന്ന് കയറ്റി കൊണ്ടുവന്നു. നമ്മുടെ ഫ്രണ്ടിന്റെ ഫ്രണ്ടാ ക്യാമറയുടെ അങ്ങനെ സെറ്റ് ആയതാ. നമ്മള് ആരും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഡയറക്റ്റ്. എന്തോ അല്ല എന്തോ അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരേ സ്ഥലത്ത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്? കൊല്ലം. കൊല്ലം ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചത്. ഞാനും ഇവനും ട്യൂഷൻ ഒരുമിച്ചായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ള കണക്ഷൻ ആയിരുന്നു. അവസാനം ഒരുമിച്ച് അങ്ങനെ ഇവന് അമീൻ ആദ്യം കാണുന്നത് ഞാൻ ഇവന്റെ വീട്ടിൽ വെച്ചിട്ട്. ഇവന്റെ വീട്ടിൽ 10ാം ക്ലാസ്സിൽ എന്തോ പഠിക്കാൻ വേണ്ടി എന്തോ പോയതാ. നോക്കുമ്പോ ഒരുത്തൻ താടിയൊക്കെ വളർത്തി ഭയങ്കര താടി. റൂമിൽ കയറി വരുന്നു. ഞാൻ ആദ്യം ഇരുട്ട് മാമാന്ന് ആദ്യം വിളിച്ചത്. ഇവന്റെ ഇത് കണ്ടിട്ട് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോഴും ഇവൻ പറയാം നമ്മുടെ പ്രായമാടാന്ന് പറഞ്ഞു. അങ്ങനെയാണ് അമീനെ കാണുന്നത്. ഇല്ല, നീ ഇത് പറ, പിന്നെ ചെല്ലായി. അഭിനയിച്ചിട്ടുള്ള എന്തോ എക്സ്പീരിയൻസ് എങ്ങനെ? അത് ഇപ്പോ മറ്റേ ഉത്സവത്തിന്റെ ഇതിനു വേണ്ടി അമീൻ എന്തോ വൈകിട്ട് എന്തോ വിളിച്ച് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ചെയ്യാം. അടിപൊളി ക്യാരക്ടറാന്ന് പറഞ്ഞേക്കുന്നത്. ഞാൻ പറഞ്ഞു ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിറ്റേ ദിവസം പോയി. അപ്പൊ ആ സമയത്തൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പൊ ഇവന്മാര് പറഞ്ഞടാ ഒരു ഉത്സവത്തിന്റെ ഇതിലാണ്, അപ്പൊ ആൾക്കാരൊക്കെ കാണും, അതിന്റെ ഇടയിൽ അഭിനയിക്കാൻ കുഴപ്പമൊന്നുമില്ല ഉണ്ടോന്ന് ചോദിച്ചു. പറഞ്ഞു അതിനെന്താ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യത്തെ ടേക്ക് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ ടേക്കിലല്ല ഓക്കെ. അപ്പൊ ഭയങ്കര ഒരു ഇത് തോന്നി. അപ്പൊ ഇവന്മാരെ കൊണ്ട് അവിടെ കിടിലോടെ എന്തോടെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഭയങ്കര സംഭവം തന്നെയല്ലേ എന്ന് പറഞ്ഞിട്ട് ഗേൾസിന്റെ കമന്റ്സ് ഒക്കെ വന്നു. അയ്യോ പിന്നെ ഒരു അതില് ഫോണൊക്കെ വിളിച്ച് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പൊ ഞാൻ അറിയുന്ന ഇത് നമ്പറൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് ഫോൺ വിളിച്ചു. അപ്പൊ ഞാൻ ബീച്ചിൽ ഇങ്ങനെ ഇരിക്കായിരുന്നു, കൊല്ലത്തെ ബീച്ചിൽ. അപ്പൊ ഒരു പെൺകുട്ടി വിളിച്ചിട്ട് പറഞ്ഞു അയ്യോ ചേട്ടന്റെ അഭിനയം ഭയങ്കര കിടിലാണ്, ഭയങ്കര ഒറിജിനാലിറ്റിയാ, അങ്ങനെ ഇങ്ങനെയാണ്. അപ്പൊ അത് കേട്ടപ്പോ ഭയങ്കര സന്തോഷമൊക്കെ തോന്നി. പിന്നെ അങ്ങോട്ട് പിന്നെ എല്ലാ വീഡിയോയില് പിന്നെ ഇവന്മാര് വിളിക്കുമ്പോ ഒക്കെ ചെല്ലാറുണ്ട്. ഓരോ ക്യാരക്ടർ വരും, അത് ചെയ്യും. ആ ഒരു ഇത് തന്നെ. അപ്പൊ ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? നിനക്കെന്താ ഫ്യൂച്ചർ? നിന്റെ അഭിനയത്തിന്റെ എക്സ്പീരിയൻസ് പറഞ്ഞു. എന്റെ എക്സ്പീരിയൻസ് മറ്റേ വീഡിയോ എടുക്കാൻ വിളിച്ച് അങ്ങനെ ചെന്നതാണ്. അന്നേരം അവന്മാര് ചോദിച്ചു അഭിനയിക്കുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ വെറുതെ തലവലിക്ക് കേറി. പിന്നെ ഇംപ്രൂവ് ആയില്ലേ? നിനക്ക് തോന്നിയില്ലേ? തോന്നുന്നുണ്ട്. ഡബ് ചെയ്യും. ഇപ്പൊ എല്ലാം സ്വന്തമായിട്ട്